ഇവിടെ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കിയതിനു ശേഷം ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിനകത്ത് ഇട്ടതിന് ശേഷം ഒരു പൊടി ഇട്ട് അതിന്റെ മേലെ ബലൂണും വെച്ച് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലോണം പറക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടാൽ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ബലൂണും അതിലെ കുപ്പിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുപ്പിയിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ കുപ്പിയിൽ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ കീറി എടുക്കാം. അപ്പൊ നമ്മൾ അലുമിനിയം ഫോയിൽ ഇവിടെ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉണ്ടയായിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പൊ നമ്മൾ അലൂമിനിയം ഫോയിൽ ചെറിയ ചെറിയ ഉണ്ടയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബലൂൺ പൊട്ടിച്ച് ഇതിന്റെ മേലോട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ഇപ്പോഴും ഇതിനകത്ത് റിയാക്ഷൻ നടക്കുവാണ്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്കൊരു നൂലും കൂടെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ബലൂണിൽ നൂലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പറക്കുമോ നോക്കാം ഗൈസ്. അനുമ്പ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും മാത്രം മതി ഗൈസ്. ലൈക്കും സബ്സ്ക്രൈബ് പിടിച്ച് സപ്പോർട്ട് ആക്കണേ ഗൈസ്. അനുമ്പ നിങ്ങളെ പേരെന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്കൊന്ന് പറക്കും നോക്കാം ഗൈസ്. പറക്കുന്ന ഗൈസ്. ഇനി നമുക്ക് നല്ല സ്പേസ് എടുത്ത് പോയി പറത്തി വിടാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഹൈഡ്രജൻ ബലൂൺ ഇനി നമുക്ക് പറത്തി വിടാം. ഓ ഗൈസ്, നല്ല രീതിക്ക് തന്നെ പറന്നു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ ബൈ.